ട്രാൻസ്ജെൻഡറുകൾ സമൂഹത്തിന് ശാപമാകുന്നു. കൊട്ടാരക്കര മുഴുവൻ ട്രാൻസ്ജെൻഡറുകളുടെ പിടിയിലായിരിക്കുന്നു. പോലീസിന് പോലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവർ വളർന്നിരിക്കുന്നു. ഇപ്പോഴെങ്കിലും അവസരോചിതമായി പോലീസ് ഇടപെട്ട് ഇവരെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ഇവരെ നിയന്ത്രിക്കാൻ ഇനി ഒരിക്കലും കഴിയില്ല എന്ന അവസ്ഥയിലേക്ക് കേരളം എത്തിച്ചേരും. വീട് എത്രയേ ഉള്ളൂ. കുട്ടികൾ ജന്മനാ വൈകല്യങ്ങളോട് ജനിക്കുന്നത് അവരുടെ കുറ്റമല്ല. എന്നാൽ ഈ ട്രാൻസ്ജെൻഡേഴ്സ് ചെയ്യുന്നത് അങ്ങനെ ജനിക്കാത്ത കുട്ടികളെയും ഇവർ പറഞ്ഞു മയക്കി ഇവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജനസംഖ്യ കൂട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കേരള ഗവൺമെന്റ് ആണെങ്കിലോ ഇവരുടെ കൂടെ വളരെ മാന്യമായിട്ടാണ് പെരുമാറുന്നത്. ഇവർക്ക് വോട്ടവകാശം കൊടുത്തു, ഇവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, എവിടെയും ജോലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു, ഇവരെ മറ്റുള്ളവർ അധിക്ഷേപിക്കാതിരിക്കാനുള്ള സംരക്ഷണം കൊടുക്കുന്നു. എന്നാലും ഇവറ്റകൾ നന്നാവാൻ തയ്യാറല്ല. മറ്റു മനുഷ്യരെ പോലെ തന്നെ മാന്യമായി സമൂഹത്തിൽ ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും കേരള ഗവൺമെന്റ് കൊടുക്കുന്നു. കേരളത്തിൽ വളരെ കുറച്ച് മാത്രമുണ്ടായിരുന്ന ഈ കമ്മ്യൂണിറ്റി ഇപ്പോൾ വളർന്നു വലുതായി രാഷ്ട്രീയ പാർട്ടികളെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഒരു ജനസംഖ്യയായി മാറിയിരിക്കുന്നു. മദ്യവും മയക്കുമരുന്നും കഞ്ചാവും സ്വന്തം കുഞ്ഞുങ്ങളെ നശിപ്പിക്കുമോ എന്ന് ഭയപ്പെട്ട് ജീവിച്ചിരുന്ന കേരളത്തിലെ മാതാപിതാക്കൾക്ക് ഇതിപ്പോ ഒരു ഇരുട്ടടി കൂടിയായിരിക്കുന്നു. ഇനി കുട്ടികളെ ട്രാൻസ്ജെൻഡറുകളാക്കി മാറ്റുമോ എന്നുള്ള ഭയപ്പാട് കൂടി മാതാപിതാക്കളിൽ വന്നു ചേർന്നിരിക്കുന്നു. ഒരു അനാവശ്യം മര്യാദ വേണ്ടേ? ആദ്യകാലത്തൊക്കെ എറണാകുളം പോലുള്ള വലിയ സിറ്റികളിൽ കുറച്ചു പേരുണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർ പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളെ വശീകരിച്ച് അവരുടെ കമ്മ്യൂണിറ്റിയിലേക്ക് അംഗസംഖ്യയെ കൂട്ടുവാനുള്ള ശ്രമമാണ് ഇവർ നടത്തുന്നത്. ഇന്ന് കൊട്ടാരക്കരയിൽ നടന്ന സംഭവത്തിൽ എത്ര പോലീസുകാരെയാണ് ഇവർ അടിച്ച് ആശുപത്രിയിലാക്കിയത്? നാട്ടുകാരെ വെറുതെ വിടുന്നുണ്ടോ? ബൈക്കിൽ പോകുന്നവരെയും നടന്നു പോകുന്നവരെയും ഒക്കെ ഇവർ ഉപദ്രവിക്കുകയാണ്. കടകൾ നടത്തുന്നവർക്ക് ഭയപ്പാടാണ്. ഇവർ വന്നു കയറി കഴിഞ്ഞാൽ കിട്ടുന്ന സാധനങ്ങൾ എടുത്ത് വെച്ച്
മറിച്ച് അവരുടെ തലയ്ക്കടിക്കുകയും കിട്ടുന്നതൊക്കെ വാരിക്കൊണ്ട് പോവുകയും ചെയ്യും. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആരെങ്കിലും ഒരാൾ പ്രതികരിച്ചു കഴിഞ്ഞാൽ, ആരെങ്കിലും ഒരാൾ ഇവരെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഇവർ കൂട്ടമായി വന്ന് അവരുടെ കട അടിച്ചു നശിപ്പിക്കുകയും അവരെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. കേരളം എന്തായാലും ഇവറ്റകളുടെ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. മാന്യമായി ജീവിക്കുന്ന ആർക്കും ഇവരെ നേരിടാൻ കഴിയില്ല. പിടിച്ചുപറിയും ലൈംഗിക തൊഴിലാളികളുമായി നടക്കുന്ന ഇവർക്ക് മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്തെങ്കിലും കിട്ടുന്നത് വച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം തന്നെ. അംഗവൈകല്യമുള്ളവരാണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ഇവരൊക്കെ എന്തൊക്കെയാ വച്ചുകെട്ടി സ്ത്രീകളായിട്ടും പുരുഷന്മാരായിട്ടുമൊക്കെ ഇവർ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവരൊന്നും യഥാർത്ഥത്തിൽ ഒരു അംഗവൈകല്യമുള്ളവരായി ജനിക്കുന്നവരല്ല. ഇവർ ഇത്തരം തൊഴിലിനു വേണ്ടി അല്ലെങ്കിലും ഇതുപോലെ സുഖകരമായ ജീവിതത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വഴികളാണ്. ഇത് കേരളത്തിന് വളരെ ആപത്താണ്. ഇത് നമ്മൾ നേരത്തെ തന്നെ ഇത് കണ്ടറിഞ്ഞ് നിയന്ത്രിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ ഓരോ കുട്ടികളെയും ഇവർ വഴിതെറ്റിച്ച് ട്രാൻസ്ജെൻഡറുകളാക്കി ഇവരുടെ അംഗബലം കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയിരിക്കും. മുൻപുള്ള കേസുകൾ റദ്ദാക്കുകയും കേസെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും വേണമെന്നാവശ്യപ്പെട്ടാണ് ജില്ലാ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ SP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് തടഞ്ഞതോടെ പ്രവർത്തകർ ഗാന്ധിമുക്കിൽ റോഡ് ഉപരോധിച്ചു. നേതാക്കളുമായി SP ഓഫീസിൽ ചർച്ച നടക്കുന്നതിനിടെ ഉപരോധത്തിനിടയിലൂടെ കടന്നുപോകാൻ ശ്രമിച്ച ബൈക്ക് യാത്രക്കാരനെ വലിയ കല്ലുപയോഗിച്ച് ആക്രമിക്കാൻ സമരക്കാരിൽ ചിലർ ശ്രമിച്ചത് പോലീസ് തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. പ്രകോപിതരായ പ്രവർത്തകർ വനിതാ പോലീസിന്റെ ലാത്തി പിടിച്ചുവാങ്ങി പോലീസുകാരെ ആക്രമിച്ചു. വാഹനങ്ങൾക്ക് നേരെയും ആക്രമണമുണ്ടായി. സമീപത്തുള്ള കടയിലെ സോഡാക്കുപ്പികൾ പെറുക്കി പോലീസുകാരെ എറിഞ്ഞു. ഇതിനിടയിലാണ് CIക്കും ഏറുകിട്ടിയത്. തലയിൽ 6 തുന്നിക്കെട്ടുണ്ട്. സമരക്കാരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയതിൽ നിരവധി സമരക്കാർക്ക് പരിക്കുപറ്റി. ഏറെ നേരത്തെ സംഘർഷത്തിനൊടുവിൽ കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. പരിക്കേറ്റ പോലീസുകാരെ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അറസ്റ്റിലായ 20ഓളം സമരക്കാരെ കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി. കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒരല്പം വിലയൊക്കെ ഉണ്ടായിരുന്നു. ഇതിപ്പോതാ ആണും പെണ്ണും കെട്ടവന്മാരുടെ കയ്യിൽ നിന്ന് അടികൊണ്ട് ആശുപത്രിയിലാവേണ്ട അവസ്ഥയാണ് കേരള പോലീസിനുള്ളത്. എല്ലാം ശരിയായി, എല്ലാം ശരിയാക്കി തരാം. കണ്ടല്ലോ, ഇതൊക്കെയാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഏത് പട്ടിക്കും എന്തുമാവാം എന്നുള്ള അവസ്ഥയിലേക്ക് കേരളം മാറിക്കഴിഞ്ഞു. ഇനി കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. ഇല്ലെങ്കിൽ ഓരോ വീട്ടിലും ഓരോ ട്രാൻസ്ജെൻഡറിനെ നമുക്ക് പ്രതീക്ഷിക്കാം.